സൂപ്പർ എക്സൈറ്റ്മെൻറ്റിലാണ് ഇന്നത്തെ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. റവദോശയ്ക്ക് എന്തിനാ ഇത്ര എക്സൈറ്റ്മെൻറ്റ് തോന്നിയേക്കാം, പക്ഷേ ഈ ഒരു റവദോശയും ഓണിയൻ ചട്നിയും ഒന്ന് കഴിച്ചു നോക്കണം. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇത്രയും ടേസ്റ്റി, പക്ക പെർഫെക്റ്റ് ആയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന അതേ ഫീലിൽ ഒരു റവദോശയും ചട്നിയും അപാര ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഹോം ഓഫ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും ഒപ്പം തന്നെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് അളവിലുള്ള അത്രയും റവ ചേർത്ത് കൊടുക്കാം. ഇത് വറുക്കാത്ത റവയായാലോ അല്ലെങ്കിൽ നമ്മളെ സാധാരണ ഉപ്മാ റവ വറുത്ത റവയായാലും കുഴപ്പമില്ല. അത് 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പിൽ നിന്നും 1 പിടി തൽക്കാലം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി അത്രയും റവ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ കപ്പിൽ നമ്മൾ ഏതിലാണോ റവ അളന്നത് അതേ കപ്പിൽ 1/4 കപ്പ് അത്രയും അളവിലുള്ള അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ഇത്. അത് നമുക്കൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അതേ കപ്പിൽ അളന്ന് വെച്ച് 1/4 കപ്പ് ഗോതമ്പിൻ്റെ പൊടി ഇതേ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് ഒന്ന് കുത്തിയതിന് ശേഷം ഒന്ന് ചതച്ച് കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1.25 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക്, എരിവിനനുസരിച്ചിട്ട് ഇവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. 2 പച്ചമുളക്, 1 തണ്ട് കരിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിപ്പോൾ സ്പൂണ് വെച്ചിട്ടോ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഏത് കപ്പിലാണോ റവ അളന്നത് അതേ കപ്പിൽ 4 കപ്പ് വെള്ളം അളന്നെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്പാൽപമായി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ തൈരൊന്നും ഉപയോഗിക്കുന്നില്ല, നമ്മൾ ഈ വെള്ളത്തിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 4 കപ്പ് വെള്ളം ഈ സമയത്ത് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് നന്നായിട്ട് ഈ മാവ് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1/2 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഈ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ മാവ് ഒന്ന് സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ഓണിയൻ ചട്നി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ ഒരു ചെറിയൊരു മീഡിയം സൈസ് സവാള ഇതുപോലെ ഒന്ന് റഫ്ലി ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് വഴറ്റലൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ അല്പം ഒരു കൈപ്പിടിയോളം തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ തേങ്ങയാണെങ്കിൽ ഏകദേശം 4-5 ടീസ്പൂൺ അത്രയും തന്നെ മതി തേങ്ങ. അപ്പോൾ തേങ്ങ കൂടി ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് ഹോൾ മുളക് ഒന്ന് വാട്ടിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഏകദേശം 1.25 ടീസ്പൂൺ മുളക് പൊടിയും ഇതിനാവശ്യത്തിന് അത്രയും ഉപ്പും കൂടി ചേർത്ത് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മിക്സിയുടെ ഏറ്റവും 1, 2, 3 എന്ന് പറഞ്ഞ പൾസിങ് ഇല്ലേ, അതിൽ ഒന്നിൽ തന്നെ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചട്നി തയ്യാറായിട്ടുണ്ട്. ഇത് ഈ സമയത്ത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതിനൊരു ഉള്ളിയുടെ ഒരു കുത്തലുണ്ടോയെന്ന് ഒരു സംശയം തോന്നിയേക്കാം. പക്ഷേ ഇതൊരു ബൗളിലൊക്കെ ചേർത്ത് ഇതിലേക്ക് നമ്മൾ വറുത്തൊക്കെ ഇട്ട് കഴിയുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കുത്തലൊക്കെ മാറി ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ റവ ദോശയ്ക്കുണ്ടല്ലോ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഈ ചട്നിക്ക് വേണ്ടിയിട്ട് വറുത്തിടാനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് നന്നായി പൊട്ടുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്നൊന്ന് റെഡായാൽ മതി. അപ്പോൾ അതിലേക്ക് മുളകും അതുപോലെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. മതി, ഇത്രയും തന്നെ സോട്ടായി കഴിഞ്ഞാൽ നമുക്കിത് നമ്മൾ ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതിൻ്റെ ഉപ്പ് വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ ശർക്കര ചേർത്തുകൊണ്ട് ഇതിൽ മധുരമാണോ കൂടുതലെന്നൊരു സംശയം തോന്നാം. അങ്ങനെയല്ല കേട്ടോ. മധുരവും എരിവും പുളിയൊക്കെ ബാലൻസ് ആയിട്ട് നല്ലൊരു പ്രത്യേക ഒരു രുചിയാണ് ഇതിന്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടപ്പെടും. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ മാവൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ അരമണിക്കൂർ കഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ റവ ഉള്ള ഭാഗം കൂടുതൽ അങ്ങ് താഴെയും മുകളിൽ അല്പം വെള്ളമായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതൊന്ന് ഇളക്കിയെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ റവ അളന്ന് വെച്ചതിൽ നിന്ന് ഒരു പിടി റവ ഒന്ന് മാറ്റി വെച്ചില്ലായിരുന്നോ? ബാക്കിയല്ലേ നമ്മൾ മിക്സ് ചെയ്തത്. ആ മാറ്റി വെച്ച അത്രയും ഒരു പിടി റവ നമുക്കിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെന്തിനാ ഇങ്ങനെ ലാസ്റ്റ് മിക്സ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത്, അത് ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് അതിനൊരു ചെറിയൊരു തരിതരിപ്പ് കൂടുതൽ ഫീൽ ചെയ്യാൻ, ആ ഒരു ക്രിസ്പിനെസ് കൂടുതൽ ഫീൽ ചെയ്യാനാണ് ഈ ലാസ്റ്റ് നമ്മൾ റവ ചേർക്കുന്നത്. അപ്പോൾ ഈ റവ ചേർത്ത് കൊടുത്ത സമയത്ത് നമുക്ക് കാണാം ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കുറച്ചൊരു തിക്കായിട്ടുണ്ടല്ലേ മാവിൻ്റെ. അപ്പോൾ നമുക്ക് നല്ല തിന്നായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത്. അപ്പോൾ നമുക്കിതിലേക്ക് ഏത് കപ്പിലാണോ റവ അളന്നെടുത്തത് അതേ കപ്പിൽ 1 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ മൊത്തം ഈ മാവിലേക്ക് 1 കപ്പ് റവ, 3/4 കപ്പ് അരിപ്പൊടി, 3/4 കപ്പ് ഗോതമ്പിൻ്റെ പൊടി, 5 കപ്പ് വെള്ളം, അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. എന്നിട്ട് അതിൻ്റെ 4 കപ്പ് വെള്ളം ആദ്യം, 1 കപ്പ് അവസാനവും. ഏറ്റവും അവസാനം ഇതിലേക്ക് അല്പം കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാവ് തയ്യാറായി കഴിഞ്ഞു. കണ്ടോ? ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ നമുക്ക് സ്റ്റൗവിൽ വെക്കാം. അത്യാവശ്യം നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് അതിൽ അല്പം എള്ളെണ്ണ ഒന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഇത് കല്ലിൻ്റെതായതുകൊണ്ടാണ് ഗ്രീസ് ചെയ്യുന്നത്. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട. ഇനി ഇതിലേക്ക് വളരെ കുനുകുനാന്നരിഞ്ഞ് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒണിയൻ റവ ദോശയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇതിലേക്ക് സവാള ചേർക്കുന്നത്. നിങ്ങൾ പ്ലെയിൻ റവ ദോശയാണ് വേണ്ടെങ്കിൽ ഈ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നത് ഒഴിവാക്കാം. എന്നിട്ട് നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓരോ തവണ എടുക്കുന്ന സമയത്തും മാവ് നന്നായിട്ടൊന്ന് ഇളക്കി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിൻ്റെ അറ്റത്തേക്കൂടി ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉൾവശത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ നമുക്ക് ഒഴിക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ബാക്കിയുള്ള വശത്ത് വേണമെങ്കിൽ ഒരുപോലെ ഒന്ന് ഒഴിച്ചിട്ട് അതിനൊരു പെർഫെക്റ്റ് റൗണ്ട് ആക്കി എടുക്കാം. ഷേപ്പിൽ ചെറിയ വ്യത്യാസം വന്നാലും കുഴപ്പമില്ല. ഇത് അല്പം ഇതിൻ്റെ മുകളിലൊരു വെന്ത് വരുന്ന പോലെ തോന്നുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ നമുക്ക് വശങ്ങളിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി മുരിഞ്ഞ് കിട്ടും. ഇത് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രമേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ, ഹൈ ഫ്ലെയിമിൽ ഉണ്ടാക്കരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ബ്രൗൺ ആവും, പക്ഷേ ഇതിന് ടേസ്റ്റും ഉണ്ടാവില്ല, അതുപോലെ പ്രോപ്പറായിട്ട് കുക്കാവില്ല. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അറ്റത്തുനിന്നൊന്ന് വിടിയിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ മുകളിൽ പൊടി ഇട്ട് കൊടുത്താൽ അത് പൊടി റവ ദോശയായി, അതേസമയം മസാല ഇട്ട് കൊടുത്താലോ അതല്ല സൂപ്പർ മസാല റവ ദോശയാവും. വളരെ പതുക്കെ ഇതുപോലെ ഒന്ന് വിടിയിച്ചു കൊടുത്താൽ മതി. നോക്കൂ, താഴെയൊക്കെ നമ്മൾ ഷുഗർ ചേർത്ത് കൊടുത്തില്ലേ, പഞ്ചസാര ചേർത്ത് കൊടുത്ത കാരണം ആണ് ഈ കാരമലൈസ് ആയിട്ട് നല്ലൊരു ഓറഞ്ച് ബ്രൗൺ കളറായി വരുന്നത്. ഇതുപോലെ നമുക്ക് മുകളിലൊക്കെ ഈ ബ്രൗൺ കളർ കാണാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ദോശ ഇതിൻ്റെ പാനിൽ നിന്ന് എടുക്കാം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ടൈം. കണ്ടോ, നല്ല സൂപ്പർ റവ ദോശ തയ്യാറായി കഴിഞ്ഞു. ഇത് ഈ ചൂടോടെ തന്നെ കഴിച്ചു നോക്കണം, അസ്സലാണ്. അപ്പോൾ നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. കണ്ടോ എത്ര നല്ല ടെക്സ്ചറാണ് അതിന് വന്നതെന്ന്. ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ അണിയൻ ചട്നിയിലൊന്ന് മുക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കണം. അപാര സ്വാദാണ്. വെറുതെ അങ്ങ് ഭയങ്കര ടേസ്റ്റാണെന്ന് പറയുന്നതല്ല, കഴിച്ചിട്ട് തന്നെ നോക്കണം, നിങ്ങൾക്കും മനസ്സിലാവും. ഇതിൻ്റെ കറക്റ്റ് ഈ ഒരു റെസിപ്പി ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. Thank you for watching.